ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രെഡ് നമ്മൾ പല രീതിയിലും ഫ്രൈ ചെയ്യാറുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഞാനിത് വീട്ടിൽ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയിട്ട് കിട്ടിയൊരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യം തന്നെ നമ്മളൊരു സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വൈറ്റ് സോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ബ്രൗൺ കളർ ആവൊന്നും വേണ്ട. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മൈദ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് മൈദ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയും ചെയ്യണം. നല്ലോണം കുറുകി അങ്ങനെ കട്ടിയാവേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടണം. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഒന്ന് കുറുകിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വൈറ്റ് സോസിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു വൈറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വൈറ്റ് സോസും മുട്ടയും നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു 6-7 സ്ലൈസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാൻ ഇങ്ങനെയല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രെഡ് 3 പീസായിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ താല്പര്യം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്താൽ മതി. വെളിച്ചെണ്ണ വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോ ബ്രെഡും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടയുടെ വൈറ്റ് സോസിന് കൂട്ടില്ലേ, അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് തവയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടുള്ളപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് ബ്രെഡ് സ്റ്റിക്സ്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് തവയത് മാറ്റാണ്. അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ ട്രൈ ചെയ്യാൻ തോന്നില്ലേ? ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്